ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കണം എല്ലാവരും. എന്നോട് ക്ഷമിക്കുക, എനിക്ക് 2 ദിവസമായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഞാൻ ആദ്യമേ പറയട്ടെ കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ പറയുന്നുണ്ട്, ഉഴപ്പാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. തീരെ പറ്റാത്തത് കൊണ്ടാണ്, ക്ഷമിക്കണം. അതുപോലെ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇന്നും മുങ്ങിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം, നിങ്ങളെൻ്റെ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കണമെന്ന് അറിയുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. എന്നാലും ചോദിച്ച കൂട്ടുകാർ, ചോദിക്കാത്ത കൂട്ടുകാരുണ്ടായിരിക്കും, കമൻറ്റ് ചെയ്യാത്തവരും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്ന് വീഡിയോ ഇടണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല കേട്ടോ. അതാണേ. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് ഏട്ടൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെയാണ്, 2-3 ദിവസമായിട്ട് ഇവിടെയാണ്. പിന്നെ എന്താ പറയുക, ഞാൻ വീഡിയോ എടുത്തു, പക്ഷേ എനിക്ക് ഒരു ദിവസം അപ്ലോഡ് ചെയ്യാൻ മാത്രമുള്ള വീഡിയോ ഇതിലുണ്ടായിരുന്നില്ല. അതാണ് എനിക്ക് ചെയ്യാൻ പറ്റാണ്ടിരുന്നത് കേട്ടോ. പിന്നെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ചെയ്താൽ തീരെ ലെങ്ത്ത് ഇല്ലാതെ എന്തെങ്കിലും എവിടെയെങ്കിലും കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. 2 ദിവസമൊക്കെ ആയിട്ട് ഉള്ളതൊക്കെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ. കമൻറ്റ് ചെയ്യാൻ മടി കാണിക്കരുത്, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ചെറുതായാലും വലുതായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒന്ന് എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തത് എന്താ വെച്ചാൽ, നമ്മുടെ ചാനലിന് കമൻറ്റുകൾ ലൈക്കുകളൊക്കെ വരുമ്പോൾ അത് എന്താ പറയുക, കൂടുതൽ നല്ലതാണ് കേട്ടോ. അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാലും കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി കാണുന്നവർ ഒരുപാടുണ്ടെന്നറിയാം. അപ്പോൾ ഇത് ഞാൻ വിശേഷങ്ങളിലേക്കൊക്കെ അങ്ങനെ പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ കുറച്ച് മരുന്നടിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് അവിടെ എന്താ പറയുക, ഒരാഴ്ചയൊക്കെ നമുക്ക് എന്താ പറയുക, അതിൻ്റെ സ്മെല്ലില്ലാത്ത മരുന്നാണ് അടിച്ചത്. എന്നാലും അതൊരു പ്രശ്നമാവും, പിന്നെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ എത്തി. അന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എത്തിയത് ഞങ്ങൾ 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും രാത്രി ഇവിടെ എത്തിയപ്പോൾ കേട്ടോ. പിന്നെ ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസമൊക്കെയാണ് ഈ വീഡിയോ എടുക്കണത്. അപ്പോൾ അതേ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇവിടെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വിറക് വെട്ടണതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ അലക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അവിടെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മെഷീനിലാണ് അലക്കാറുള്ളത്. ഇവിടെ മെഷീനിൽ അലക്കും, ഇടയ്ക്കൊക്കെ അലക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മെഷീനിൽ ഇടാനാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം കല്ലിൽ കൊണ്ടുപോയി അങ്ങോട്ട് അലക്കിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊരു ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ രാവിലെ 6:30 6:45 ആയപ്പോൾ തന്നെ പണിക്ക് ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വിറക് ഒക്കെ ഒന്ന് എന്താ പറയുക, അടുപ്പിലിടാൻ പാകത്തിനൊക്കെ ഒന്ന് വെട്ടിക്കീറാനുണ്ടായിരുന്നു. ആദ്യം മുറിച്ച് ഇട്ട പീസുകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിക്കീറാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെട്ടിക്കീറി പണി രാവിലെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ അതേ മഴ വരുന്നത് കണ്ടപ്പോൾ അമ്മ വേഗം പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ ഈ പൊടികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പറ്റ പൊടിയല്ല, ഇനിയിപ്പോൾ ഏതായാലും ഈ ഒരു പൊടിക്ക് നല്ല ചൂടാണ് കേട്ടോ. ചെറിയ പീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് വാരിയിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ മഴ വരും എന്നുള്ളത് ഞാൻ അകത്തിരുന്നപ്പോൾ മനസ്സിലായില്ല കേട്ടോ. പിന്നെ അമ്മ ഇങ്ങനെ പുറത്തു കൂടെയൊക്കെ പോയി നോക്കിയപ്പോഴാണ് മഴ വരുന്നുണ്ട് കണ്ടത്. അപ്പോൾ പിന്നെ വേഗം ഇതൊക്കെ പെറുക്കിയിടാൻ തുടങ്ങി കേട്ടോ. അപ്പൂസും മനുവും ഏട്ടനും ഒക്കെ ജലദോഷവും പനിയാണ് കേട്ടോ. അവിടെ നിന്ന് മരുന്നടിച്ച് പോകുന്ന സമയത്ത് ഇവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നിട്ട് അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് കേട്ടോ, സൈഡ് എഫക്റ്റ് ആയിട്ട് വന്നതാണ് പനി. ജലദോഷവും പനിയാണ് 3 പേർക്കും അതെ കേട്ടോ. അപ്പോൾ എന്നാലും അപ്പൂസനൊക്കെ ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ നിന്ന് മരുന്ന് വാങ്ങി കൊണ്ടുവന്നതാണ് കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് വേഗം പനി അങ്ങോട്ട് തുടങ്ങിയപ്പോൾ തന്നെ വേഗം പോയിട്ട് മരുന്നൊക്കെ മേടിച്ചു കൊണ്ടുവന്നു. അതുകൊണ്ടാണ് കേട്ടോ കുറഞ്ഞിട്ടുള്ളത്. ജലദോഷത്തിൻ്റെ അതുപോലെ പനീൻ്റെ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതൊക്കെ കൊടുത്തപ്പോൾ തന്നെ കുറച്ചൊരു മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസമാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. കാരണം ഇന്നലെ ആയിരുന്നു അവന് പനിയൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് കുറച്ചൊന്ന് പുറത്ത്, നമ്മൾ അകത്തിരിക്കുന്നതിനേക്കാളും നല്ലത് പുറത്തൊന്നിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നുള്ള കാറ്റ് വരുമ്പോൾ നല്ല ഒരു മാറ്റം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവനും ഇറങ്ങി കേട്ടോ. അപ്പോൾ അവനും ഇതേ വിറകൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ മഴ വരുന്നുണ്ട് കേട്ടോ. കാറ്റടിക്കണു, മഴ വരണു, അതൊക്കെ ഉണ്ടായിരുന്നല്ലോ. വേഗം ഞങ്ങളതൊക്കെ കൂടിയൊക്കെ ഒന്ന് പെറുക്കി ചാക്കിലും ബേസിലും ബക്കറ്റിലും എന്ന് വേണ്ട കവറിൽ വരെ ഞങ്ങൾ വിറകൊക്കെ പെറുക്കിയിട്ടിട്ട് ഓടിയിട്ടുണ്ട് കേട്ടോ.
നനഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊന്നിനും പറ്റില്ല. വലിയ പീസാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് ചെറിയ ചെറിയ പീസുകളൊക്കെ ആകുമ്പോൾ അതിങ്ങൾ ചെതൽ പിടിക്കും, നാളത്തേക്ക് തന്നെ ചെതൽ പിടിക്കും. ഏതായാലും മഴ പെയ്ത് ചാറി തുടങ്ങിയപ്പോഴേക്ക് ഞാൻ മുറ്റടിച്ച് വരാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ മഴയുടെ ആ ഒരു ചെറുതായിട്ട് മഴ പെയ്തു. വന്ന കോളിലൊന്നും പെയ്തില്ല കേട്ടോ, നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു, പെയ്തില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സമയം ഒരു 5-5:15 ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ മുരിങ്ങ പറിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഏട്ടൻ മുരിങ്ങ പറിച്ച് തരുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ ഇങ്ങനെ ചാറുന്നുണ്ട്, തുള്ളിടുന്നുണ്ട്. അപ്പോൾ ഞാൻ തലയിലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ തലയിൽ വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. നമ്മൾ വെട്ടുന്ന സമയത്ത് ഞാൻ സൺസൈഡിൻ്റെ ആ ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ മഴയൊന്നും തട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ഊരിക്കൊണ്ടുവന്നു. പിന്നെ നമ്മളതൊക്കെ ഒന്ന് പീസൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തു. പിന്നെ മാങ്ങ പറിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഇപ്പം തന്നെ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് അപ്പൂസ് സാധാരണ ഞാൻ പറയാറുണ്ടായിരുന്നു അവനോട് ഒച്ച ഉണ്ടാക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവൻ ഒച്ച ഉണ്ടാക്കാണ്ടിരിക്കും. 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കും കേട്ടോ. ഇപ്പോൾ അത് നടക്കുന്നുണ്ട്, ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയൊരു സൗണ്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം കേട്ടോ. പിന്നെ മുരിങ്ങയൊക്കെ ഒന്ന് വേഗം ഊരിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഇന്നത്തേക്ക് മാത്രമല്ല, നാളത്തേക്കും കൂടി ഉണ്ടായിരിക്കും കേട്ടോ. ഇതിപ്പോൾ രാത്രി മാത്രമല്ലേ ഉള്ളൂ. പിന്നെ നോക്കുമ്പോൾ തേങ്ങ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ഒരു 2-3 തേങ്ങ ഒന്നിച്ച് പൊളിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും ഇപ്പോൾ പൊളിക്കാൻ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ അതിന് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 2-3 ഞാൻ വേഗം പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പൊളിച്ചെടുത്തു. അതൊക്കെ ഒന്ന് ചിരവി അരച്ച് സെറ്റാക്കി വെച്ചു. പിന്നെ അതുപോലെ ചോറ് വയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുക്കറിൽ ചോറ് വെച്ചു കേട്ടോ. പിന്നെ അടുപ്പത്തൊന്നും വെക്കാൻ പോയില്ല, രാവിലെ അടുപ്പത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുക്കറിലൊക്കെ ചോറൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അമ്മേനെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ പോയത് കേട്ടോ. അങ്ങനെ അല്ലറ ചില്ലറ പണിയൊക്കെ തീർത്തതിന് ശേഷം വേഗം പോയിട്ട് കുളിച്ച് വന്നത്. അങ്ങനെ പിന്നെ അതിന് ശേഷം എന്താ പറയുക, മുരിങ്ങയില ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ ഇപ്പോഴാണ് കേട്ടോ ഈ മുരിങ്ങയൊന്ന് പിടിക്കുന്നത്. കുറേ ആയിട്ടോ നമ്മൾ മുരിങ്ങ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നന്നായിട്ടുണ്ടാവില്ല, എന്നാൽ അത് പോയിട്ടും ഉണ്ടാവില്ല. ആ ഒരു രീതിയിലാണ് ഇവിടെ സാധാരണ ഉണ്ടാവുക കേട്ടോ. ഏതായാലും ഇത് പിടിച്ചു, അങ്ങനെ ഉണ്ടാവട്ടെ. അപ്പോൾ ഏതായാലും നമുക്ക് മുരിങ്ങയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. വിചാരിക്കണ മാത്രമല്ല, അപ്പോൾ അമ്മയ്ക്ക് കാലിന് കുറച്ച് വേദനയുണ്ട് കേട്ടോ. കാലിന് വേദന ഉള്ളതുകൊണ്ട് തന്നെ അകത്ത് ചെരുപ്പ് യൂസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ ചെരുപ്പ് ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ കാല് നിലത്ത് വയ്ക്കാൻ കഴിയില്ല, നല്ല വേദനയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഞാൻ പോകുന്നുണ്ട്, ഞാൻ പോകുന്ന സമയത്ത് വീഡിയോ എടുക്കാം, നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം വീഡിയോ ഇത്ര നേരം എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മുരിങ്ങയിലേക്ക് ഒന്ന് സെറ്റാക്കി എടുക്കണം. സാധാരണ ഞാൻ വീട്ടിൽ മുരിങ്ങയില ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഉള്ളി ഒന്നും വറുത്തിടാറില്ല കേട്ടോ. ഉള്ളി താളിക്കുക അങ്ങനെയല്ലേ പറയണേ. ഞങ്ങളിങ്ങനെ കടുക് വറുത്തിടുക, ഉള്ളി വറുത്തിടുക അങ്ങനെയാണ് പറയുക കേട്ടോ. താളിക്കുക നല്ല യൂസ് ചെയ്യുക, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ സാധാരണ എവിടെയാണെന്നുണ്ടെങ്കിൽ ഉള്ളി ഒന്നിലും ഞാൻ വറുത്തിടാറില്ല. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ അത് എന്തിനെങ്കിലും എടുക്കുക എന്നല്ലാതെ, ചെറിയ ഉള്ളി ഞാൻ കഴിക്കും, പക്ഷെ വറുത്തിടുന്നത് എനിക്കിഷ്ടമല്ല. അല്ലാണ്ട് ചമ്മന്തി അരച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കും കേട്ടോ. അപ്പോൾ ഏതായാലും അത് ഇവിടെ എല്ലാവർക്കും ഉള്ളി വറുത്തിടണം കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ വറുത്തിടാം, ഇന്നൊന്ന് കഴിച്ച് നോക്കട്ടെ. ഇതുവരെ ഞാൻ കഴിക്കാറില്ല. ഞാൻ താളിക്കുന്നതിന് മുന്നേ, അതായത് വറുത്തിടുന്നതിന് മുന്നേ മാറ്റി വയ്ക്കാറാണ് കേട്ടോ. ഇന്നിപ്പോൾ ഏതായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ വറുത്തിടാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ വറുത്തിടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിന് പിടി പൊട്ടിപ്പോയതാണ് കേട്ടോ, നമ്മൾ വറുത്തിടുന്ന ഈ സംഭവത്തിൻ്റെ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വറുത്തിടുന്ന സമയത്ത് മനു ഇങ്ങനെ ഇതിലെന്തായാലും ഇവിടുത്തെ നോർമൽ സൗണ്ട് വയ്ക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം മീൻ വെച്ചു കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ അങ്ങനെ നിന്നപ്പോൾ ഏട്ടനോട് ചോദിച്ചു മീനൊന്ന് മറച്ചിടുമോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മറച്ചിട്ടു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒന്ന് ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞപ്പോൾ നോക്കുകയും ചെയ്തു കേട്ടോ. എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഏതായാലും അതും കൂടെ ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ കുറേ നമുക്ക് കഴുകാനുള്ളതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റ് എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അവരുടെ കളികളാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.